നിലമ്പൂർ വനമേഖലയിൽ പൂമ്പാറ്റകളെക്കുറിച്ചുള്ള സർവേ നടക്കുകയാണ്. പൂമ്പാറ്റകൾ, എത്ര ഇനം പൂമ്പാറ്റകൾ കേരളത്തിലുണ്ട്, കേരളത്തിൽ ധാരാളമായി കാണുന്ന പൂമ്പാറ്റകൾ ഏതാണ്, അതിൻ്റെ ഇനങ്ങൾ ഏതാണ്, നമുക്കതിൻ്റെ ഭംഗിയും അതിൻ്റെ പ്രത്യേകതകളുമെല്ലാം അറിയാം. ഏതായാലും വനം വകുപ്പുമായി ചേർന്ന് നടത്തിയ സർവേയുടെ കൂടെ ആ സർവേ സംഘത്തോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി മുജീബ് റഹ്മാൻ സഞ്ചരിച്ചു. മുജീബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ വാലിയിൽ നടന്ന ഈ സർവേ പ്രളയാനന്തരം നടന്ന ആദ്യ പൂമ്പാറ്റ സർവേ ആയിരുന്നു. 80ഓളം പേരാണ് സർവേയിൽ പങ്കെടുത്തത്. 20ഓളം ഗ്രൂപ്പുകളായി വിവിധ വിദ്യാർത്ഥികൾ, ഗവേഷകർ, പൊതുജനങ്ങൾ എല്ലാവരും സർവേക്ക് വേണ്ടി നിലമ്പൂരിലെത്തി. 3 ദിവസമായിരുന്നു സർവേ. ഇത് നമ്മളുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാട്ടിലെ ആദ്യത്തെ ശലഭ സർവേയാണ്. 2 ദിവസത്തെ ഒരു സർവേയാണ് ഇവിടെ നടന്ന് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. നമ്മൾ 20ഓളം ക്യാമ്പുകളിലേക്ക് കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. അവരെ വെച്ചിട്ട് 3-4 പേരടങ്ങുന്ന 20ഓളം ടീമുകളായിട്ടാണ് സർവേക്ക് പോയിരിക്കുന്നത്. സർവേയുടെ വിശദാംശങ്ങൾ അതെന്തൊക്കെ കണ്ടു, ഏതൊക്കെ സ്പീഷീസ് കണ്ടു, അത് എത്രത്തോളം വിപുലമായിട്ട് കണ്ടു എന്നുള്ളൊരു കണക്കെടുപ്പ് നമ്മൾ ഇന്ന് ക്രോഡീകരിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. സർവേ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയമാണ് സർവേക്ക് വേണ്ടി ഒരു ദിവസം നീക്കി വെക്കുന്നതെങ്കിലും 2 ദിവസം മുഴുനീള സർവേ ആയിട്ടാണ് ഇതിനെ പരിഗണിക്കേണ്ടത്. രാവിലെ പൂമ്പാറ്റകളുടെ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയങ്ങളിലാണ് സർവേക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാറുള്ളത്. കൂടുതൽ ടീമുകളും ഏകദേശം 20 ടീമുകളായിട്ടാണ് നമ്മുടെ നിലമ്പൂർ വാലിയിൽ സർവേക്ക് വേണ്ടി ഇറങ്ങിയത്. പാണപ്പുഴ ഭാഗത്തായിരുന്നു ഞങ്ങൾ ഉൾപ്പെടുന്ന സംഘമുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള പൂമ്പാറ്റകളും മറ്റു ജീവികളും ഉണ്ടാവാം. ഇതുവരെ അൺഎക്സ്പ്ലോയിറ്റഡ് ഏരിയയാണ് നിലമ്പൂർ. ഇതുവരെ അറിയില്ല, കാരണം ഈ ആൾട്ടിറ്റ്യൂഡിനൽ എലിവേഷൻ്റെ ബുദ്ധി കൊണ്ടായിരിക്കും ആൾക്കാർ അധികം കയറി ഇറങ്ങാത്തൊരു സ്ഥലമാണ് കേരളത്തിലെ ഇത്. ഇപ്പോൾ വെർജിൻ ഫോറസ്റ്റ് എന്ന് പറയാവുന്നതാണ്. വരും വർഷങ്ങളിൽ ഇത് ഈ സർവേ നമ്മൾ കൂട്ടിക്കൊണ്ട് നിർബന്ധമായിട്ടും തുടരുന്നതാണ്. സ്വതവേ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതൊരു മൈഗ്രേഷൻ സമയമാണ് ഇപ്പോൾ ആൽബട്രോസിൻ്റെയൊക്കെ. അപ്പോൾ ആ മൈഗ്രേഷൻ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ മൈഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസം തന്നെ ഫോറസ്റ്റ് വാച്ചേഴ്സിനോട് ചോദിക്കുമ്പോഴൊക്കെ മൈഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ആൽബട്രോസിൻ്റെ നമ്പേഴ്സ് തന്നെ ഭയങ്കര കുറവാണ്. പക്ഷേ പലയിടത്തും ഇപ്പോൾ ആൽബട്രോസിൻ്റെ മൈഗ്രേഷൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് പ്രതീക്ഷ പോലെ കണ്ടില്ല എന്നുള്ളതാണ് ഒരു ഇത്. പിന്നെ മറ്റുള്ള എമിഗ്രൻ്റ് സ്പീഷീസ്, അങ്ങനെയുള്ള മൈഗ്രേറ്റഡ് സ്പീഷീസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റു മൈഗ്രേഷൻ തുടങ്ങുകയാണോ എന്ന് അറിയില്ല. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് പ്രളയവും എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നേച്ചറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങളുടെ ടീം മാത്രം ഒരു 60-67ഓളം പൂമ്പാറ്റകളെ വേറെ പൂമ്പാറ്റകളെ കണ്ടു. പിന്നെ അതിന് കൂടാതെ ഈ മറ്റ് കാടുകളിലുള്ള മറ്റ് വൈൽഡ് ലൈഫ്, അതിൻ്റെ ഇക്കോസിസ്റ്റം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് ഫെസിലിറ്റീസൊക്കെ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു.
അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള അല്ലാതെ മറ്റ് പൂമ്പാറ്റകളെയും അറിയാൻ പറ്റുന്നുണ്ട്. പൂമ്പാറ്റകളിലൊപ്പം തന്നെ അവരുടെ ജീവിതചക്രം, ലൈഫ് സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ്, അവരെ ഏത് ചെടികളാണ് ഫീഡ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് അവരെ കൺസേർവ് ചെയ്യാനും പറ്റും, അവരൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുള്ള വലിയൊരു അവയർനെസ്സും നല്ലൊരു പിന്നെ എക്സ്പേർട്സിൻ്റെ ഒക്കെ കൂടെയുള്ള നല്ല അനുഭവമാണ് ഈ 2 ദിവസം കൊണ്ട് കിട്ടുന്നത്. ശരിക്കും നമുക്ക് ബട്ടർഫ്ലൈ ഇങ്ങനെ കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കോമൺ ആയി കാണുന്ന, പിന്നെ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 50 സ്പീഷീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സാറോടെ പോകുമ്പം ബട്ടർഫ്ലൈ മാത്രമല്ല, അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ്സും ബാക്കിയുള്ള പ്ലാന്റ്സിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇവിടെയുള്ള സാറുമാർ, ജാഫർ സാറും പിന്നെ ബാലകൃഷ്ണൻ സാറും നമുക്ക് ഉണ്ടായിരുന്ന കൂടെ, അവരുടെ അണ്ടറിൽ നമുക്ക് ചെയ്യാൻ വലിയൊരു കാര്യമാണ്. പിന്നെ നിലമ്പൂരിൻ്റെ ഹിസ്റ്ററി തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവർ മാത്രമല്ല, ഇവിടെ നമുക്ക് തന്ന ഗാർഡും എല്ലാവരും വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ സർവേ കാര്യമായിട്ട് ഇതിൻ്റെ പ്രിവെൻഷനും പിന്നെ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ലൈഫ് സൈക്കിളും. അത് എക്സ്പീരിയൻസ് ആയിരുന്നു. കേരള വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയാണ് നിലമ്പൂരിൽ പൂമ്പാറ്റ സർവേ സംഘടിപ്പിച്ചത്. റൈറ്റ്, മുജീബ് റഹ്മാനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതുവരെ കണ്ടെത്തിയത് കൂടാതെ പുതിയ സ്പീഷീസ് ചിത്രശലഭങ്ങളെ കൂടി സർവേയിൽ കണ്ടെത്തിയതാണ് അവർ അവകാശപ്പെടുന്നത്.